അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. KPCC രാഷ്ട്രീയ ഉപകാര്യ സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്യാക്കോസ് എംപിക്ക് മൂവാറ്റുപുഴയിൽ ആദരവൊരുക്കി കോൺഗ്രസ്. കടാതി കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ എംപിയെ ഷാൾ അണിയിച്ച് ആദരിച്ചു. KPCC രാഷ്ട്രീയ ഉപകാര്യ സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്യാക്കോസ് എംപിയെ 48-ാം ബൂത്ത് 26-27 കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കടാതി കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ്, 26-ാം വാർഡ് പ്രസിഡന്റ് രതീഷ് CR എന്നിവർ എംപിയെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ഈ അവസരത്തിൽ പാർട്ടി വലിയൊരു ഉത്തരവാദിത്വം നൽകി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 7 വർഷക്കാലം 2013 മുതൽ 2020 വരെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി വഹിച്ചതിന് ശേഷം പാർട്ടിയുടെ കാര്യമായ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ അവസരത്തിൽ പാർട്ടി അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ബോഡിയിൽ തന്നെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ആ ഒരു നിലയിൽ നമ്മളെ പരിഗണിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. അതിന് അവസരം നൽകിയ പാർട്ടി നേതൃത്വത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ സംഘടനാ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ ഈ മേഖലയിൽ വരാനും നിങ്ങൾക്ക് കാണാനും കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എക്കാലവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾ അത് കൂടുതൽ ശക്തമായ നിലയിൽ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി എളിയവനായ എൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ സമയ പ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. വാർഡ് കൗൺസിലർ അമൽ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ PP സാജു, KK നാരായണൻ, 48-ാം ബൂത്ത് പ്രസിഡന്റ് മുരളി, 27-ാം വാർഡ് പ്രസിഡന്റ് ശശി, വാർഡ് കമ്മിറ്റി അംഗങ്ങളായ ഷൈജു, ഗോപാലൻ, ഷേർലി, സിന്ധു, രജിത, ജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.